ഹലോ എവറിബഡി, ഐ എം പ്രജിൻ പ്രതാപ്. ഗ്ലാസ്സൊക്കെ വെച്ച് നോക്കണ്ട, കുറച്ച് ഷോ കാണിക്കുക വിചാരിച്ചു. പുതിയ ഗ്ലാസ്സൊക്കെ ആയതുകൊണ്ട് അപ്പോൾ ഒരു ഗ്ലാസ് കൂടെ വയ്ക്കുക വിചാരിച്ച്, ജസ്റ്റ് ഷോ ഓഫ്. ഓക്കെ, അതല്ലടാ നമ്മളൊരു പി സ്കൂളിൻ്റെ ഭയങ്കര ഒരു പെയിൻ നമ്മളിങ്ങനെ സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. എല്ലാം പോയി, എല്ലാം കൈവിട്ട് പോയി എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം നമ്മളിതാ അടിപൊളി ഗ്രാൻഡാക്കി ഒന്ന് കാണിച്ചു കൊടുത്തേ. ഫുൾ ഗ്രാൻഡായിട്ട് നമ്മുടെ ഫ്ലോർ നിങ്ങളുടെ മുന്നിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഭയങ്കര ഹാപ്പി അല്ലേ കാണുമ്പോൾ തന്നെ. മുകളിലൊക്കെ കണ്ടോ ലൈറ്റൊക്കെ, റിംഗ് ലൈറ്റൊക്കെ ആക്കിയിട്ട് സംഭവം രസമായില്ലേ? നല്ല സൗണ്ട് സിസ്റ്റമാണ്. ഞാനൊക്കെ ഓരോന്ന് ഇങ്ങനെ മൊത്തം ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമ്മുടെ പി സ്കൂളിൽ ഇപ്പം നല്ല രീതിയിൽ അഡ്മിഷനും കാര്യങ്ങളും ഒക്കെ നല്ല രീതിയിൽ നടക്കുന്നുണ്ട്. പുറത്ത് ചെറിയൊരു റിസപ്ഷൻ്റെ പണി നടക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ ഒരു ഫൈനൽ അതും കൂടെ ഉണ്ട്, ഒരു ഫൈനൽ ചെയ്യാൻ. ഇവിടെ പിന്നെ ഭയങ്കര ഒരു സർപ്രൈസ് ഉണ്ട് കേട്ടോ. നമ്മൾ കേരളത്തിൽ തന്നെ എന്നല്ല, എനിക്ക് തോന്നുന്നില്ല ഇന്ത്യയിൽ തന്നെ ഒരു ഡാൻസ് ക്ലാസ്സിന് ഇല്ലാത്തൊരു സ്പെഷ്യാലിറ്റി നമ്മുടെ ഡാൻസ് ഫ്ലോറിനുണ്ട്. അത് ഞാൻ കാണിച്ചു തരാം. ദാറ്റ്സ് മൈ ഐഡിയ. അതിലേക്ക് ഞാൻ എത്താം. പിന്നെ ഇതൊക്കെ നമ്മൾ ഇവിടെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് ഇത് കണ്ടോ. ഇതൊരു നമ്മൾ ഏറ്റവും കൂടുതൽ മലയാളം സോങ്സ് ഒക്കെ അല്ലേ ചെയ്യുന്നത്. അപ്പം ഇവിടെ നമ്മളൊരു എന്താ പറയുക, ഒരു ഡിവോഷണൽ ഫീല് നമുക്ക് കിട്ടുന്നില്ലേ കാണുമ്പോൾ? ചെറുതായിട്ട് അത് പാട്ട് വരുമ്പോൾ കിട്ടുന്ന വിചാരിക്കണോ? ആ രീതിയിലാണ് ചെയ്തത്. ഞാൻ ആദ്യം ചിരാത് പോലെ കത്തിച്ച് അതിലൊരു ബൾബൊക്കെ ചെയ്യാനെന്ന് വിചാരിച്ചത്, പക്ഷെ നടന്നില്ല, പോസിബിളായില്ല. അപ്പോൾ ഇതൊരു ഫ്രെയിമാണ്. പിന്നെ നമ്മൾ ഇവിടെ ഒരു ഫ്രെയിം ചെയ്തു. നമ്മുടെ ഈ ഡാൻസ് ഫ്ലോർ എന്ന് പറഞ്ഞാൽ ടോട്ടൽ നമ്മളൊരു 3.5 സ്ക്വയർ ഫീറ്റ് വലുപ്പമുള്ള, അതായത് കോഴിക്കോട് കൊട്ടാരം റോഡിലുള്ള ഫസ്റ്റ് ഫ്ലോറിലാണ് ഈ ക്ലാസ് കിടക്കുന്നത്. അപ്പം നമുക്ക് ഈ ലൈസൻസിൻ്റെ പ്രോബ്ലമൊക്കെ കാരണം നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു നല്ലൊരു ബിൽഡിംഗ് എടുത്തിട്ട് ഞാൻ അതിൻ്റെ ഔട്ട്ഡോറും കാണിച്ചു തരാം. അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലാണ് ഈ ഡാൻസ് ക്ലാസ് നമ്മൾ ചെയ്തത്. ഓക്കെ, ഇതാണ് നമ്മുടെ സെക്കൻഡ് ഫ്രെയിം എന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെ വെച്ചിട്ട് ഒരുപാട് സ്റ്റൈൽസ് നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, പിന്നെ ഈ മാറ്റിൻ്റെ കളർ കണ്ടോ, ഒരു വൈറ്റ് ആൻഡ് ബ്ലാക്ക്. നമ്മളൊരു എന്താ പറയുക, ഒരു ക്യാപ് പോപ്പ് സ്റ്റൈലിലോ അവിടെയൊക്കെ കാണുന്ന, സാധാരണ കൊറിയനിലൊക്കെ കാണുന്ന ഒരു കളർ കോമ്പിനേഷനാണ്. അപ്പോൾ ഇത് നമ്മളെ ക്രിയേറ്റിവിറ്റി, നമ്മളത് അങ്ങനെ ഇൻസ്പയർ ആയി എന്നും പറയാം. എവിടെയോ എൻ്റെ മനസ്സിൽ കിടക്കുന്നുണ്ടായിരുന്നു ഇങ്ങനൊരു കോമ്പിനേഷൻ. അപ്പം ഇതൊരു ഡിസൈനർ വെച്ച് ചെയ്തതല്ല കേട്ടോ, ഇതൊക്കെ എൻ്റെ ഐഡിയ ആണ്. ഓക്കെ, എൻ്റെ ക്രിയേറ്റിവിറ്റി. അതിന് നമ്മളെ സജിമോള് ഹെവി സപ്പോർട്ടും, പാവം കയ്യിലുള്ള പൈസയൊക്കെ ഇതിൽ ഇൻവെസ്റ്റ് ചെയ്ത്. ഇനി പി സ്കൂൾ എന്താവുമെന്ന് എങ്ങനെയാവുന്നൊന്നും അറിയില്ല. നിങ്ങളെയൊക്കെ സപ്പോർട്ട് വേണം. പക്ഷേ ഇപ്പോൾ കുഴപ്പമില്ല, ജീവിച്ച് പോകുന്നുണ്ട്, കുഴപ്പമില്ല. ഇനി അടുത്ത ഫ്രെയിമാണ്. ഇത് നമ്മൾ വെറുതെ നമുക്കൊരു പ്ലെയിൻ ആയിട്ട്, ഇവിടെ നമ്മൾ പി ഒന്നും പ്ലേസ് ചെയ്തില്ല. നമ്മളിവിടെ ജസ്റ്റ് ഒരു പ്രൊഫൈൽ ലൈറ്റിൻ്റെ ചെറിയൊരു രീതിയിൽ നമ്മൾ ഇവിടെ ഇങ്ങനെ ചെയ്തു. പിന്നെ ഇതാണ് നമ്മളൊരു ബോളിവുഡ് സ്റ്റൈൽ എന്നുള്ള രീതിയിൽ ഒരു ബോളിവുഡ് ഫീൽ കിട്ടുന്ന നമ്മൾ അങ്ങനെ ചെയ്തിരിക്കുന്ന ഒരു ഫ്രെയിമാണിത്. നമുക്ക് ഈ ഹിന്ദി സോങ്സ് ഒക്കെ ഇവിടുന്ന് ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര ഫീലായിരിക്കും എന്നുള്ളൊരു കോൺസെപ്റ്റിൽ ചെയ്തൊരു ഫ്രെയിമാണ്. പിന്നെ വേറൊരു ഐറ്റം കാണിച്ചു തരാം. ഈ ലൈറ്റുകളൊക്കെ ഓഫാക്കി കഴിഞ്ഞാൽ കംപ്ലീറ്റ് ഞാൻ ഓഫ് ചെയ്തു. ഇത് കണ്ടോ, അതായത് സ്പോട്ട് ലൈറ്റിൻ്റെ നമ്മൾ ഈ അതായത് ഒരു പെയറിനൊക്കെ നിന്ന് പെർഫോം ചെയ്യുന്ന സ്പോട്ട് ലൈറ്റിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ഫ്രെയിമാണ് ഇത്. ഭയങ്കര രസമുണ്ടാവും, ഇതിൻ്റെ ഒരു ഫീല് വേറെ തന്നെയാണ്. അപ്പം നമുക്ക് ഇതിൻ്റെ ഒരു ഏറ്റവും വലിയൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ഇതിൽ ചെയ്യുമ്പോൾ ഭയങ്കര ക്വാളിറ്റി ഫീൽ ചെയ്യും. ഇതിലൊരു സൽസ പെർഫോം ചെയ്യും, അല്ലെങ്കിൽ ഒരു ടാങ്കോ, ഇനി ലാറ്റിൻ സ്റ്റൈൽ ഡാൻസ് സ്റ്റൈലൊക്കെ ഇവിടെ ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര രസമുണ്ടാവും. ഓക്കെ, അപ്പോൾ ഈ ഫ്ലോർ ഓരോ സ്പോട്ടും കാര്യങ്ങളൊക്കെ നമ്മളിവിടെ ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇവിടെ ഉള്ളൊരു ലൈറ്റിങ് തന്നെ നിങ്ങൾക്ക് നല്ലൊരു ക്വാളിറ്റി ഫീൽ ചെയ്യുന്നില്ലേ? അപ്പോൾ പഴയ പി നഷ്ടപ്പെടുമ്പോൾ ഭയങ്കര ഒരു ഫീൽ ഉണ്ടായിരുന്നു, ഭയങ്കര ടെൻഷനായിരുന്നു. ഇപ്പോൾ ഇത് കിട്ടി, പഴയതിൻ്റെ ടെൻഷൻ പോയി എന്നല്ല, പഴയതെന്നും നമ്മളെ തുടക്കം എന്നും അതൊരു പെയിൻ തന്നെയാണ്. ഇത് കിട്ടിയെന്ന് വിചാരിച്ചിട്ട് ഭയങ്കര ഒരു സന്തോഷമില്ല. പക്ഷെ എന്നാലും
ദൈവത്തിൻ്റെ ഓരോരോ എന്താ പറയുക അനുഗ്രഹം പോലെ നമുക്ക് ഇത്രയും വലിയൊരു ഫ്ലോറും അതുപോലെ ദൈവത്തിന് തുല്യമായിട്ട് കാണുന്ന ആളാണ് സജിമോള്. അപ്പോൾ ആളുടെ ഒരു സപ്പോർട്ടിലും കൂടിയാണ് നമുക്ക് ഇങ്ങനെ ആയത്. അപ്പോൾ ഇനി നിങ്ങളുടെ പ്രാർത്ഥന നിങ്ങളുടെ അനുഗ്രഹം നമുക്ക് ഇതുവരെ തന്ന ഇതിൻ്റെ അപ്പുറത്തേക്കൊന്നും പ്രതീക്ഷിക്കുന്നില്ല. ഇതുവരെ തന്നുകൊണ്ടിരിക്കുന്ന ആ ഒരു അനുഗ്രഹം പ്രാർത്ഥന നിങ്ങൾക്ക് എപ്പോഴും നിങ്ങൾ തന്നുകൊണ്ടിരിക്കുക. പിന്നെ ഞങ്ങൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. വാ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഫ്ലോറിൽ തന്നെയാണ് കിടക്കുന്നത്. അപ്പോൾ നമുക്കിതാ ഒന്ന് കയറിയൊക്കെ വാ. കമോൺ ഒരുപാട്. ഇതാണ് നമ്മുടെ ന്യൂ ലോഗോ. എങ്ങനെയുണ്ട് ഡിസൈൻ? അതും എൻ്റെ ക്രിയേറ്റിവിറ്റിയാണ്. ഇവിടെ ഒരു ബാത്റൂം ഉണ്ട്. വരും. ഇതാണ് ഞങ്ങളുടെ വിശാലമായ മുകളിൽ പെയിൻ്റ് അടി കഴിഞ്ഞിട്ടില്ല. പെയിൻ്റ് അടി അതാ ഒരുത്തി അതിൻ്റെ ഉള്ളിൽ നിൽക്കുന്നത്. അതാ ചിരിച്ചോടി. അതാ പോട്ടെ പോട്ടെ. അതെ. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മളെ റിസപ്ഷൻ തന്നെ AC ആണ്. ഷോ ഓഫ് ആക്കി എടുക്കരുത് കേട്ടോ, അതൊക്കെ പറഞ്ഞു. ഓക്കെ. പിന്നെ ഇത് നിങ്ങൾക്ക് വരുന്നവർക്ക് ഇരിക്കാനുള്ള സോഫ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതാ അവിടെ ഒരു കുഞ്ഞ് സോഫ ഇതാ അവിടെയുണ്ട്. ഓക്കെ. പിന്നെ ഇതാണ് നമ്മുടെ ഒരു കുഞ്ഞ് ഓഫീസ്. പിന്നെ നമ്മൾ ഇവിടെ ഒരു ഏരിയ ഉണ്ട്. ഇവിടെ ഒരു ഏരിയ നമ്മളൊരു സെറ്റാക്കുന്നേ ഉള്ളൂ. ഇപ്പം ക്യാമറ അങ്ങോട്ട് പോകണ്ട. നമ്മളതൊക്കെ ഞങ്ങൾ കുറച്ച് കഴിഞ്ഞിട്ട് കാണിച്ചു തരാം. ഇനിയാണ് ഇത്. സോറി, ഗ്ലാസ് വാങ്ങിയില്ല. ഇപ്പം ഗ്ലാസ് ഇപ്പോൾ വാങ്ങി. ഓക്കെ, ഗ്ലാസ് എല്ലാം വാങ്ങിയിട്ട് ഗ്ലാസ് വാങ്ങിയില്ല, സോറി. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ സർപ്രൈസ് ഇതാ നമ്മുടെ ഈ സ്റ്റുഡിയോ 2-ലാണ്. ഓക്കെ, ഇതൊക്കെ ലൈറ്റ് എത്തുട്ടോ, പക്ഷെ ഇപ്പം ലൈറ്റ് എത്തില്ല. ഓക്കെ, നോക്കാം. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഉള്ളിലാണ്. നിങ്ങൾ വണ്ടറാകുമോയെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല, പക്ഷേ ഞാൻ അങ്ങനെയൊക്കെ പ്രതീക്ഷിച്ചിട്ട് ചെയ്തതാണ്. വണ്ടറാവേണ്ടതാണ്. ഓക്കെ, നമുക്ക് നോക്കി നോക്കാം. ബാ. ഇതാണ് നമ്മുടെ സ്റ്റുഡിയോ 2. സ്റ്റുഡിയോ 2 അധികം വലുപ്പമൊന്നുമില്ല. നമുക്ക് ചെറിയൊരു ഫ്ലോറാണ്. അധികം വലുപ്പമോ കാര്യങ്ങളൊന്നും ഇല്ലാത്ത ഒരു ഭയങ്കര ഒരു വലിയൊരു ഫ്ലോറല്ല. ഇതിലുള്ളൊരു സർപ്രൈസ് എന്താണെന്ന് വെച്ചാൽ ഞാനിപ്പോൾ ഇപ്പം കാണിച്ചു തരാം. ചെറുതായിട്ടൊരു കണ്ടോ, മഴ പെയ്യുന്നുണ്ടോ? മഴ പെയ്യുന്ന ഒരു സ്വിച്ച് ഇട്ടാൽ നമുക്ക് മഴ പെയ്യുന്ന ഫ്ലോറായി. കാണുന്നുണ്ടോ? കണ്ടോ? നോക്കൂ, മഴ പെയ്യുന്ന ഫ്ലോർ. ഇതാണ് ഇവിടുത്തെ ഏറ്റവും വലിയൊരു സർപ്രൈസ്. അപ്പം ഇതിൻ്റെ കുറച്ചും കൂടെ വർക്ക് നമുക്ക് ബാക്കിയുണ്ട്. അപ്പോൾ ഇത് ആക്ച്വലി 2 ലൈൻ മാത്രമേ നമ്മൾ ഇട്ടിട്ടുള്ളൂ. ഫുള്ള് നമ്മൾ ഇതുവരെ നമുക്ക് ഇത് വരുന്നുണ്ട്. അപ്പോൾ വളരെ 2 മാത്രമേ നമ്മളിത് ചെയ്തുള്ളൂ. ഇനിയും 1, 2, 3 ലൈനും കൂടെ നമുക്ക് ഓണാക്കാനുണ്ട്. നമ്മൾ ഇപ്പോൾ ഓണാക്കുന്നില്ല. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ മഴ പെയ്യുന്ന സ്റ്റുഡിയോ. എങ്ങനെ സർപ്രൈസ് ആയില്ലേ? ഇത് നമ്മളൊരു ഇത് എൻ്റെ ഒരു ഐഡിയക്ക് നമ്മൾ ചെയ്തൊരു സംഭവമാണ്. പക്ഷേ ഇതിൻ്റെ ഉള്ളിൽ നമ്മളിങ്ങനെ ഒരു സ്റ്റേജ് ക്രിയേറ്റ് ചെയ്ത് ഇതിൻ്റെ ഉള്ളിൽ ഭയങ്കര ഇൻഡസ്ട്രിയൽ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. നമുക്ക് വെള്ളം പാസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറേ കുറച്ച് ഭയങ്കര എക്സ്പെൻസീവായി ഈ സംഭവം. പക്ഷേ ഇവിടുന്ന് നിങ്ങളിങ്ങനെ പെയ്യുന്നൊരു സംഭവം നമ്മൾ വളരെ ചെറിയൊരു ബുദ്ധി ഉപയോഗിച്ച് ചെയ്തൊരു സംഭവമാണ്. പക്ഷേ നമുക്ക് ഫ്രെയിമിലേക്ക് ഇതൊരു മഴേൻ്റെ ഫീൽ തന്നെ കിട്ടും. പിന്നെ നമുക്ക് വേറൊരു ഇത് നമ്മൾ മുഴുവൻ ഇട്ട് കഴിഞ്ഞാൽ നല്ലൊരു പെരും മഴ പെയ്യുന്ന പോലെ ഉണ്ടാവും. ഇവിടുത്തെ ഒരു പീൻ്റെ സ്പെഷ്യാലിറ്റി ഉണ്ടാവും. ഒരു ഈവനിങ് അടുത്തേക്ക് ചെല്ലും പറു. ഒരു ഈവനിങ് മൂഡ് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ട് ചെയ്ത ഒരു ആണ്. എന്തുകൊണ്ടും അല്ലേ, സംഭവം വെറൈറ്റി ആയില്ല അല്ലേ? ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഞാൻ നേരത്തെ പറഞ്ഞൊരു സർപ്രൈസ്. ഭയങ്കര സർപ്രൈസ് ആയെന്ന് വിചാരിക്കുന്നു. പിന്നെ ഇതിൽ തന്നെ നമുക്ക് ഒരു ഡ്രസ്സിങ് റൂമും ബാത്റൂമും നമ്മളിവിടെ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് മിററുണ്ട്, സ്റ്റെപ്സൊക്കെ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് പീൻ്റെ മാത്രം കോഴിക്കോട് കൊട്ടാരം റോഡിലുള്ള പീൻ്റെ മാത്രം ഒരു സ്പെഷ്യാലിറ്റിയാണ്.
അപ്പോൾ ഇനി വേറെ ഇപ്പം എന്താ പറയുക, നമ്മളെ പുറത്തുള്ള ബോർഡൊക്കെ നിങ്ങൾ കണ്ടല്ലോ അല്ലേ. എല്ലാം നമ്മൾ നല്ല ആളുകൾ അട്രാക്റ്റ് ചെയ്യിക്കാൻ വേണ്ടി നമ്മൾ ഒരുപാട് ചിലവാക്കിയ കാര്യങ്ങൾ, ഒരുപാട് എക്സ്പെൻസീവായി ചെയ്തതാണ്. നമ്മൾ ഇവിടെ വരുമ്പോൾ എല്ലാവരും നല്ല ഹാപ്പി ആവണം. ഇതൊരു ബ്രാൻഡായിട്ട് മുന്നോട്ട് പോകണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. വലിയ ആഗ്രഹമാണെന്നറിയാം, പക്ഷേ എന്നാലും കൂടുതൽ ഇപ്പോൾ എല്ലാ മലയാളികളും അറിയുന്ന ഒരു ഫ്ലോറാണ് പി എന്ന് പറയുന്നത്. അതിന് പുറമെ നമ്മളെയും ഒരുപാട് ആളുകളുടെ സ്നേഹമൊക്കെ കിട്ടുന്ന ഒരു ഫ്ലോറാണ് പി. നമ്മൾ ഇത്രയും വലിയൊരു ഫാമിലി ആയതൊക്കെ പി എന്ന് പറയുന്ന ഒരു ബ്രാൻഡിലൂടെ ഉണ്ടായതാണ്. അപ്പോൾ സജിമോളൊക്കെ ഓരോരോ തിരക്കായിട്ട് സജിമോൾ ഇതപ്പോൾ കാണാം, എല്ലാവരും ഉണ്ട് ഇവിടെ. ഇനി നമുക്ക് നമ്മുടെ ക്ലാസ്സും കുട്ടികളൊക്കെ നിങ്ങൾ കണ്ടല്ലോ അല്ലേ. അപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവരും കണ്ടല്ലോ അല്ലേ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ പി എന്ന് പറയുന്ന വേൾഡ്. ഇവിടേക്ക് നിങ്ങൾ വരിക, അടിപൊളിയാക്കുക, ഫാമിലി ആയിട്ട് നമുക്ക് സൂപ്പറായിട്ട് മുന്നോട്ട് പോകാം. ഗ്ലാസ് അയച്ച് ഷോ വല്ലാതെ ഓവറാക്കിയിട്ട് നമുക്ക് മുന്നോട്ട് അടിപൊളിയായിട്ട് നമുക്ക് മുന്നോട്ട് പോകണം. നിങ്ങൾ കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് സൂപ്പറാക്കാം. ഓക്കെ, അപ്പം വേറെ ഒന്നും പറയാനില്ല. അപ്പം നമ്മുടെ ഫാമിലിയിലേക്ക് എല്ലാവരും വരിക, ഇവിടെ അടിച്ചു പൊളിക്കുക. നിങ്ങൾക്ക് തടി കുറയ്ക്കാനും ഫിറ്റ്നസ് ഡാൻസ് ഫിറ്റ്നസ് ഉണ്ട്, സുംബ ഫിറ്റ്നസ് ഉണ്ട്, എറോബിക്സ് ഉണ്ട്, പിന്നെ കുട്ടികളുടെ വേണ്ട ഡാൻസ് പിന്നെ ഒരുപാട് സ്റ്റൈൽസ് ഉണ്ട്. പിന്നെ അഡൾട്ട്സിന് വേണ്ടി ലേഡീസ് സ്പെഷ്യൽ ബാച്ച് ഉണ്ട്. അങ്ങനെ എല്ലാം നിറഞ്ഞ ഒരു ഹാപ്പിനെസ് വേൾഡ്, അതാണ് നമ്മുടെ കോൺസെപ്റ്റ്. അപ്പം നിങ്ങൾ ഡാൻസ് എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടെങ്കിൽ, നിങ്ങളുടെ മനസ്സിലൊരു ചിന്ത ഉണ്ടെങ്കിൽ, അത് പി സ്കൂളും കൂടെ പരിഗണിക്കുക. എല്ലാവർക്കും കിട്ടട്ടെ, എല്ലാ മാസ്റ്റർമാർക്കും കുട്ടികളെ കിട്ടട്ടെ, ഡാൻസ് പഠിപ്പിക്കാൻ എല്ലാവർക്കും പൈസ കിട്ടി എല്ലാവർക്കും ജീവിക്കാൻ പറ്റട്ടെ. അതുപോലെ ഞങ്ങൾക്കും നിങ്ങൾ കൂടെ ഉണ്ടെങ്കിൽ ഞങ്ങൾക്കും പറ്റട്ടെ എന്ന് ഞാൻ തന്നെ നിങ്ങളും പ്രാർത്ഥിക്കുക, നമ്മളെ കൂടെ നിൽക്കുക. അപ്പോൾ ഓക്കെ, വേറെ ഒന്നും പറയാനില്ല. ബൈ. അടുത്ത വീഡിയോയിൽ ഒരുപാട് ഡാൻസോടൊക്കെ നമുക്ക് കാണാം. അപ്പോൾ എല്ലാവരും നമ്മുടെ പേജും എല്ലാം ലൈക്ക് ചെയ്യുക. ഞാൻ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും പറയാത്ത, നിങ്ങൾ അറിഞ്ഞു തരുന്നൊരു കാര്യം എന്നാലും പറയുക. നിങ്ങളുടെ ലൈക്കും വ്യൂസുമാണ് നമ്മളെ ഒരുപാട് എവിടേക്കോ എത്തിച്ചു തന്നത്.